മരിച്ചിട്ടില്ലല്ലേ? എന്നാ പിന്നെ ഓപ്പറേഷൻ ആയിക്കോട്ടെ. തിയേറ്റർ റെഡിയാക്കി ഇടണം. ആ എടാ, എപ്പോഴും ഇങ്ങനെ വിളിച്ചിട്ട് കാര്യമില്ല, ഞാൻ പറഞ്ഞില്ലേ. ഇയാളെ കൊണ്ട് തോറ്റു. ഡോക്ടർ ഡോക്ടർ എനിക്കൊരു പ്രശ്നമുണ്ട്. നിങ്ങൾ ഇരിക്ക്. ഇരിക്കാൻ ഡോക്ടർ അത് കണ്ടുപിടിച്ച് തരണം. കണ്ടുപിടിച്ച് തരും. നിങ്ങൾ ഇരിക്കുക അവിടെ. കണ്ടുപിടിച്ച് തരണം. കണ്ടുപിടിച്ച് തരും. അപ്പൊ പേരെന്താ? പേരെന്താ? എന്തോ? ബാബു. ബാബു. ബാബു ഒന്ന് റിലാക്സ്ഡ് ആയിട്ടിരിക്കുക കേട്ടോ. ശ്വാസം വിട്ടോളൂ. എടോ എടോ, അതൊക്കെ ഞാൻ ചെയ്തോളാം. താൻ നേരെ ഇരിക്കുക. ഇല്ലില്ല, ഞാൻ നോക്കാം. നേരെ ഇരിക്കുക. ഡോക്ടർ വലിയൊരു പ്രശ്നമുണ്ട്. ഡോക്ടർ കണ്ടുപിടിച്ചിരിക്കും. ശരി ശരി, സമാധാനം. എന്താ ലക്ഷണങ്ങൾ? എന്തൊക്കെയാ പ്രശ്നത്തിന്റെ? തലവേദന. തലവേദന. മതി മതി. തലവേദനയുണ്ടല്ലേ? തന്നെ. എടോ, പോസ്റ്റ്മോർട്ടം ചെയ്യേ. ഇല്ലേ ഓപ്പറേഷൻ? അയ്യോ, എന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യണ്ട. ഞാൻ മരിച്ചിട്ടില്ല. നിങ്ങളെ അല്ല. എന്നെ അല്ലേ? അല്ല, ഇവിടെ ഇരിക്കെ. അപ്പൊ നിങ്ങൾ പിന്നെ വിളിക്കാം കേട്ടോ. മദ്യപിക്കാറുണ്ടോ? വല്ലപ്പോഴും. പുകവലി? വല്ലപ്പോഴും. ഭക്ഷണമൊക്കെ നന്നായിട്ട് കഴിക്കാറുണ്ടല്ലോ? വല്ലപ്പോഴും. പല്ലുതേപ്പ്, കുളി, നന? വല്ലപ്പോഴും. അപ്പോഴേ നിങ്ങളെ കാണുമ്പോ നാട്ടുകാർ മാറി നടക്കാറുണ്ടോ? എപ്പോഴും. അപ്പൊ നിങ്ങളുടെ പ്രശ്നം എനിക്ക് മനസ്സിലായോ കേട്ടോ. മനസ്സിലായോ? ഞാൻ കുറച്ച് സാധനങ്ങൾ എഴുതി തരാം. അത് നിങ്ങൾ വാങ്ങിക്കണം. ഡെറ്റോള്, സോപ്പ്, പേസ്റ്റ്, ഇതൊക്കെ ഉപയോഗിച്ചാൽ നിങ്ങളുടെ ഈ പ്രശ്നം തീരും. അതൊക്കെ എന്റെ അലമാരക്ക് തിരിപ്പുണ്ട്. ഇരുന്നിട്ട് പ്രയോജനമില്ല, എടുത്ത് ഉപയോഗിക്കണം. ഉപയോഗിക്കത്തില്ല. എന്താ? തീർന്നു പോവും. എടോ, നിങ്ങൾക്ക് വല്ല പ്രശ്നം ഉണ്ടോ ശരിക്കും? ഉണ്ട് ഡോക്ടറെ. എന്ത് പ്രധാന പ്രശ്നമുണ്ട്. എന്റെ കെട്ടിയോള് എന്നെ ഇട്ടേച്ച് പോയി. എടോ, അവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ലല്ലോ. പറ്റത്തില്ലല്ലേ? ഇല്ല. അത് ശരി. പിന്നെ ഉണ്ട് ഡോക്ടറെ പ്രശ്നങ്ങള്. എനിക്ക് എപ്പോഴും ആത്മഹത്യ ചെയ്യണം ആ ഒരു തോന്നലേ ഉള്ളൂ. ഓടുന്ന ട്രെയിനിനെ കാണുമ്പോ ഫ്രണ്ടിലോട്ടെടുത്ത് ചാടാൻ തോന്നും. പറക്കുന്ന വിമാനത്തിൽ നിന്നും താഴോട്ട് ചാടാൻ തോന്നും. എന്നിട്ട് നിങ്ങൾ വിമാനത്തിൽ കേറിയോ? കേറിയിട്ട് വേണമെന്ന് ചാടാൻ. അങ്ങനെ. സാമ്പത്തികമായി അലട്ടുന്ന വല്ല പ്രശ്നമുണ്ട് ഡോക്ടറെ? കടക്കാരെ കാണുമ്പോഴേ തൂങ്ങിച്ചാവാൻ തോന്നും. കാശ് കൊടുക്കാൻ തോന്നാറില്ല. അയ്യോ, ഞാൻ വാങ്ങിച്ചാ കൊടുക്കത്തില്ല. അവരിപ്പോ എന്റെ അങ്ങനെ വാങ്ങിക്കണ്ട. ഇനി വേറെ വല്ല പ്രശ്നമുണ്ടോ? വേറൊരു പ്രശ്നം ഉണ്ട്. അതാണ് പ്രധാന. ഡിപ്രഷൻ. അതത്ര വലിയ പ്രശ്നമൊന്നും അല്ലടോ. ഇപ്പൊ എനിക്ക് തന്നെ അറിയത്തില്ലാത്ത മരുന്നുകൾ പല രോഗികൾക്കും എഴുതി കൊടുക്കാറുണ്ട്. പക്ഷെ അവരുടെ അവസ്ഥ നാളെ എന്താകുമോ എന്തോ എന്ന് ആലോചിച്ചിരിക്കുമ്പോ ഡിപ്രഷൻ വരാറുണ്ട്. അപ്പൊ ഡോക്ടർക്ക് രോഗമുണ്ട്. സമാധാനമായി. ഡോക്ടർ, താങ്കൾക്ക് രോഗമുണ്ടല്ലേ? ഡോക്ടർ, നിങ്ങളുടെ അസുഖം മാറിയോ? താൻ നിങ്ങളുടെ കാര്യം നോക്കിയാൽ മതി കേട്ടോ. മനസ്സറിഞ്ഞ് ചിരിച്ചാൽ തീരാത്ത പ്രശ്നം ഇപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ല. ഡോക്ടർ, അത് മാത്രം എന്നോട് പറഞ്ഞേക്കരുത്. ഞാൻ ഒരിക്കലും ഒന്ന് ചിരിച്ചതാ. എന്റെ 32 കൊല്ലം താഴെ. അയ്യോ, ഇത് കണ്ടോ ബപ്പ? വായടച്ചോ? അല്ല, ചിരിച്ചതിനെന്തിനാ നാട്ടുകാർ നിങ്ങളെ അടിച്ചത്? അവന്മാർക്ക് വട്ട എന്നെ എടുത്തിട്ട് ഇടിച്ച് ചമ്മന്തിയാക്കി കളഞ്ഞു. അത് എന്തിനാന്ന് പറ. അതൊരു മരണം വിടായിരുന്നു ഡോക്ടറെ. മരണ വീട്ടിൽ പോയാണോ ചിരിച്ചത്? വീടൊക്കെ മാറിപ്പോയി. ജീവിതത്തിൽ സന്തോഷം തരുന്ന വല്ല കാര്യങ്ങളും ഉണ്ടോ? അതൊരു കാര്യം എനിക്കുണ്ട്. എന്റെ ബാഹുബലി. ഇതാണ് എന്റെ ശ്വാസനോ, ഇതാണ് എന്റെ കൽപ്പന. ബാഹുബലി ഫാനാണോ? കൽപ്പന. മതി. കൈതാത്തിട്ടോ. ശ്വാസന. മതി, കൈതാത്തിയിടോ. ഞാനൊരു ഗുളിക എഴുതി തരാം. കഴിച്ചോണോ അത്? താത്തിരടോ കൈ. ഇപ്പൊ തന്നെ ഒരെണ്ണം കഴിക്ക്. പ്രശ്നം അങ്ങ് തീരും. വിഴുങ്ങരുത്. ശരി, കുടി. പയ്യെ കുടിക്കടോ. മതി, ഇറങ്ങിയത് ഇങ്ങതാ. കുടിച്ചു. അപ്പൊ ഇനി താൻ പിന്നെ വന്നാ മതി കേട്ടോ. പ്രശ്നം മാറും. ഇനിയിപ്പം വരേണ്ട ആവശ്യം വരത്തില്ല. ബാബു, എന്ത്? കുട്ടപ്പ ചട്ടിയട്. എടോ, ഇതെന്റെ ഫയലാ. ഇതാണ് എന്റെ ശാസന, ഇതാണ് എന്റെ കൽപ്പന. എടോ, അതെന്റെ ഫയലാ ബാബു. ഇതാണ് എന്റെ ശാസന, ഇതാണ് എന്റെ കൽപ്പന. ബാബുവേ, എന്ത്? കുട്ടപ്പ, ഫോളോ മീ. പ്രാന്തനെ പേപ്പട്ടി കടിച്ച അവസ്ഥയായി ഇപ്പം.